മൂന്നാർ ടൗണിന് സമീപം പുലിയുടെ സാന്നിധ്യം. പഴയ മൂന്നാർ കണ്ണൻ ദേവൻ ക്ലബിന് സമീപമാണ് പുലിയുടെ സാന്നിധ്യം കണ്ടെത്തിയത്. RRT സംഘത്തിന്റെ പരിശോധനയിൽ പുലിയുടെ കാൽപ്പാടുകൾ പ്രദേശത്ത് കണ്ടെത്തി. മേഖലയിൽ കൂട് സ്ഥാപിക്കണമെന്ന ആവശ്യവുമായി പ്രദേശവാസികൾ രംഗത്തെത്തി. മൂന്നാറിൽ വന്യജീവികളുടെ സാന്നിധ്യം ഒഴിയുന്നില്ല. ദിവസം കഴിയുന്തോറും കൂടുതലിടങ്ങളിൽ വന്യജീവികളുടെ സാന്നിധ്യം ശ്രദ്ധയിൽപ്പെടുന്ന സ്ഥിതിയാണുള്ളത്. പഴയ മൂന്നാർ കണ്ണൻദേവൻ ക്ലബിന് സമീപമാണ് കഴിഞ്ഞ ദിവസം വൈകുന്നേരത്തോടെ പുലിയുടെ സാന്നിധ്യം കണ്ടെത്തിയത്. RRT സംഘത്തിന്റെ പരിശോധനയിൽ പുലിയുടെ കാൽപാദങ്ങൾ പ്രദേശത്ത് കണ്ടെത്തി. മേഖലയിൽ കൂട് സ്ഥാപിക്കണമെന്ന ആവശ്യവുമായി പ്രദേശവാസികൾ രംഗത്തെത്തി. ഇവിടെ അതിൻ്റെ സെങ്ഷൻ ഉള്ള ഭാഗത്തിൽ പുലി വരുന്നതായിട്ട് ഫോറസ്റ്റുകാർ വന്ന് കണ്ടു. പുലിൻ്റെ കാൽപാദങ്ങളെ കണ്ടിട്ടുണ്ട്. ഇവിടെ ഒരുപാട് സ്കൂളിൽ പോകുന്ന ടീച്ചേഴ്സുമാരും സ്കൂളിൽ പോകുന്ന കുട്ടികളുമുണ്ട്. ഒരുപാട് വീടുകളുണ്ട്. അടിയന്തരമായിട്ട് ഫോറസ്റ്റ് ഈ പുലി കൂട് വെച്ച് ഈ പുലിയെ പിടിക്കണം. കാരണം ഇത് ഇല്ലെങ്കിൽ ആൾക്കാർക്ക് ഭയങ്കര ഭീതി ഉണ്ടാകും. അടിയന്തരമായിട്ട് ഫോറസ്റ്റ് തന്നെ ഇടപെട്ട് ഇതിൻ്റെ കാര്യങ്ങൾ ചെയ്യണം. ഇതിക്ക് മുമ്പ് കാടുകളാണ് വന്നത്. ഇപ്പോഴാണ് ഈ സറൗണ്ടിങ് ആൾക്കാർ താമസിക്കുന്ന സ്ഥലത്ത് പറഞ്ഞത്. അതുകൊണ്ട് അടിയന്തരമായിട്ട് ഫോറസ്റ്റ് ഇടപെട്ട് പുലി കൂട് വെച്ച് അടിയന്തരം പിടിക്കണമെന്നാണ് നമ്മുടെ ജില്ലാ കമ്മിറ്റി സാർബായിട്ട് അപേക്ഷിക്കുന്നത്. മൂന്നാറുമായി ചേർന്ന് കിടക്കുന്ന വിവിധ എസ്റ്റേറ്റ് മേഖലകളിൽ മുമ്പ് പുലിയുടെയും കടുവയുടെയും ഒക്കെ സാന്നിധ്യം ആളുകളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. വന്യജീവികളെ ആളുകൾ നേരിൽ കാണുന്ന സാഹചര്യവും ഉണ്ടായിട്ടുണ്ട്. കാട്ടാനയും കാട്ടുപോത്തുമെല്ലാം ഇപ്പോഴും പല എസ്റ്റേറ്റ് മേഖലകളിലും പകൽ സമയത്ത് പോലും ഇറങ്ങി സ്വൈര്യവിഹാരം നടത്തുന്നത് ആളുകളുടെ ഉറക്കം കെടുത്തുന്നു. ഇതിനൊപ്പമാണ് കഴിഞ്ഞ ദിവസം മൂന്നാർ ടൗണിന് സമീപം പുലിയുടെ സാന്നിധ്യം ശ്രദ്ധയിൽപ്പെട്ടത്. ന്യൂസ് ബ്യൂറോ, മൂന്നാർ.